എനിക്ക് ബോറടിക്കുന്നു. പിന്നെ ചേച്ചിയും അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തോണ്ട് എന്താ പോലെ. നീ കൂടെ പോകത്തുണ്ട്. അത് പിന്നെ എനിക്ക് എന്റെ റൂമിൽ കിടന്ന് എനിക്ക് ഉറക്കം വരില്ല. അത് അപ്പച്ചിക്ക് വയ്യാത്തോണ്ടല്ലേ അവര് പോയത്. പെട്ടെന്ന് വയ്യെന്നിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കൂലേ? അച്ഛൻ ഭയങ്കര ടെൻഷൻ. നീ കൂടെ പോകാനുള്ളായിരുന്നു. നീ വയ്യ. അപ്പൊ അച്ഛൻ ടെൻഷൻ അടിക്കുമ്പോ ആര് സമാധാനിപ്പിക്കും? ചേച്ചി. ഞാൻ വിളിക്കാം. അത് വിളിച്ചില്ല. അണ്ണാ ശരിക്കും എവിടെ അണ്ണാ പോയത്? പിന്നെ അത് മോളെ മാമനോട് ക്ഷമിക്കണം. മാമനെ അമ്പലത്തിൽ പോകാനുള്ള ധൃതിക്ക് മോടെ കഴുത്ത് ശരിയാക്കാൻ അത് പെട്ടെന്ന് കൂടുതൽ ആലോചിച്ച് ചെയ്യാൻ പറ്റിയില്ല. മാമനോട് ക്ഷമിക്കണം. മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഇങ്ങോട്ട് നോക്ക്. കുഴപ്പമില്ല. ശരിയായോ? അല്ല, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അപ്പൊ അവിടെ ഈ രണ്ടാമത്തെ കശേരുവിന് ആ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഇടത് തിരിച്ച് നമ്മളൊരു കിടക്കുമെന്നൊരു തട്ട് കെട്ടിക്കഴിഞ്ഞ് ശരിയാവും. പിന്നെ എനിക്ക് ആ പോകാനുള്ള ധൃതിക്ക് ഉള്ള ഒരു സംശയം വന്നുള്ളൂ. ശരിയായി. എവിടെ പോയിട്ട് വരണം? അമ്പലത്തില് ഓട്ട മത്സരത്തിൽ പോയാലിരിക്കുന്നു. നാറി വേർത്ത് കുളിച്ച്. അത് അമ്പലത്തിലൊരു ഓട്ട മത്സരം ഉണ്ടായിരുന്നു. അമ്പലത്തില് ഓട്ട മത്സരം വേറെ, അത് വേറെ സാധനം, വേറെ കാര്യം. എന്തെങ്കിലും ആവട്ടെ. നാറിയിട്ട് വയ്യ. പോയി കുളിച്ച് റെഡിയാവും. കുളിച്ചിട്ട് വരട്ടെ. എന്താ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വരാം. എന്താടി പുള്ളി കഴുത്ത് ശരിയായത് കണ്ട് സന്തോഷം കൊണ്ട് എന്തോ പറ്റിയെന്നാ കേട്ടോ. ഇപ്പൊ കുറച്ച് പോകാടി മാറിയില്ലേ? ഇത്രയും വലിയ വീടോ മണിക്കുട്ടനണ്ണന്റെ? പക്ഷെ ഇങ്ങോട്ട് തന്നെയാണല്ലോ കേറി വന്നത്. എന്തായാലും നോക്കാം. ആരത്? സെയിൽസ് ഗേളാണെന്ന് തോന്നുന്നു. മല്ലിപ്പൊടി മസാലയാ? ഞങ്ങളതില് ഗരം മസാല ഹിന്ദി മനസ്സിലുണ്ട്. എന്തിനു മേടിക്കണം? പിന്നെ ഇവിടെ ഒന്നും വേണ്ട. അയ്യോ, ഞാൻ സെയിൽസിന് വന്നതല്ല. ഈ മണിക്കുട്ടനണ്ണന്റെ വീടാണോ ഇത്? എന്റെ അച്ഛന്റെ വീടാണ്. അച്ഛനോ? നിങ്ങൾക്ക് ഇത്ര വലിയ മോളോ? അതല്ല, ഈ ബംഗോച്ചിന്റെ അച്ഛനാണ് മണിക്കുട്ടണ്ണന്റെ ആളിയെ. അങ്ങേരെ ഇവിടെ ഉണ്ട്. മണിക്കുട്ടനണ്ണനെ ഒന്ന് വിളിക്കാവോ? അയ്യേ മാമ. അല്ല, ഞാൻ സെയിൽസിന് വന്നല്ല, മണിക്കുട്ടനണ്ണനെ ഒന്ന് കാണാൻ വന്നതാ. ഒന്ന് വിളിക്കാവോ മോളെ? ഞാൻ വിളിക്കാം. ശരി ചേച്ചി. അനിയന്റെ പേരെന്താ? എന്റെ പേര് റാം. ദുബായ്. ദുബായിലാണോ? അവിടെ എന്താ ജോലി? ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ആങ്ങളെ ഈ വീട്ടിലാരാ? ഈ നേരത്തെ ഇപ്പൊ പോയാലും ഒരു ഗുണ്ട്. ഗുണ്ടിന്റെ അച്ഛൻ എന്റെ അണ്ണനാണ്. ഞാൻ അനിയൻ. കുഞ്ഞളിയൻ. മണിക്കുട്ടണ്ണന് കുഞ്ഞളിയൻ. മണിക്കുട്ടനണ്ണന്റെ കുഞ്ഞളിയൻ. എന്ത് വഴി കാര്യം പറ നീ. എന്താ നോക്ക്, ഒരു ചേച്ചി. ഇവളെന്താ ഇവിടെ? എന്തിവിടെ? പറഞ്ഞോ? പറഞ്ഞു. എന്താ പറഞ്ഞു? അണ്ണനെ കാണണോ? കാണിച്ചു തരാം. എന്നെ കാണിച്ചു തരാം. നിങ്ങളോട് കാണിച്ചു തരാം. ഇതൊന്നടി ഇത്? അങ്ങോട്ട്. നീ എന്താ ഇവിടെ? ഞാനേ ഒരാളെ കാണാൻ വന്നതാ. ആരെ കാണാൻ? എന്നെ കെട്ടാൻ പോകുന്ന ആളെ. എന്നെ കെട്ടാൻ പോകുന്ന? അതാരാ? മണിക്കുട്ടൻ. മണിക്കുട്ടൻ എന്ന് പറഞ്ഞാ ഞാനോ?
ഈ കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛന്റെ അനുവാദമില്ല നമ്മുടെ കല്യാണം നടക്കത്തില്ല. ഇത് ഞാൻ പണ്ടുപോലെ പറയുന്ന ഒരു കാര്യമാണ്. അതെ, പണ്ടുപോലെ നിങ്ങൾ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നെ അല്ലാതെ വേറൊരുത്തീനെ കെട്ടൂലെന്ന്. അതൊക്കെ ഞാൻ ഒച്ചത്തിലേ പറയുള്ളൂ. എന്നിട്ട് ഞാൻ അറിയാതെ നിങ്ങൾ ഏതൊരുത്തീനെ പെണ്ണ് കാണാൻ പോയില്ലേ? ഞാൻ ഇതൊന്നും അറിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? നീ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ നിങ്ങളുടെ ഓരോ നീക്കങ്ങൾ അറിയുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കോ. അതെ, നീ ഇപ്പൊ തൽക്കാലം പോയിട്ട് ഞാൻ അച്ഛനുമായിട്ട് സമാധാനമായിട്ട് സംസാരിച്ച് നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്ത ശേഷം നിന്നെ ഞാൻ കെട്ടും. ഇപ്പൊ തൽക്കാലം നീ ഇങ്ങനെ പോയ നിങ്ങളുടെ അപ്പനെ ഞാനങ്ങ് തൊട്ടു. അതെ, ഒരു തീരുമാനമാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ല, തീരുമാനമാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ആ പിങ്കിയും മഞ്ഞ കൊച്ചലീനും ഒക്കെ അവിടെ ഇരിക്കുന്നു. അവരറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ തീർന്ന്. ഞാൻ പോകത്തില്ല. ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നീ പോ. അണ്ണാ, ഞാൻ പറയുന്നു കേൾക്കണം. നീ പറയുന്ന കേൾക്കും. എന്നോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട്, സ്നേഹമൊക്കെ ഉണ്ട്. അണ്ണാ, എന്നെ വിടല്ലേ അണ്ണാ? ഇല്ല, ഞാൻ കിട്ടും. അച്ഛന്റെ അനുവാദത്തോടെ വേണ്ടി വന്ന നിന്നെ ഈ റോട്ടിലിട്ട് കെട്ടും ഞാൻ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് തൊട്ടു. പൊയ്ക്കോ. മാമ ആരും അമ്മ അത് വന്നിട്ട് പോയത്? അതെന്റെ ഒരു പരിചയക്കാരിയാടാ. പരിചയക്കാരിയോ? അല്ല, ഈ പരിചയക്കാരന്റെ പെങ്ങള് പരിചയക്കാരി. അതിപ്പോ എന്തിനു വന്നേ? അണ്ണനെ കാണാൻ എന്തിനാ വന്നേ? അതൊന്ന് പറഞ്ഞാടാ, ഒരു നീണ്ട കഥയാ. അതായത് പണ്ട് എവള് നമ്മുടെ കുടുംബത്ത് വന്നായിരുന്നേ. അവിടെ വന്നായിരുന്നു. ഒന്നുമില്ലടാ, വലിയ സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഒരു ജോലി എവിടെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് എന്നെ സമീപിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിപ്പോ കുറെ കാലമായി. പിന്നെ എന്നെ കാണാത്തോണ്ട് അവൾ തിരക്കി വന്ന ജോലിക്കാരി എന്തോ ആയെന്ന് അന്വേഷിക്കാൻ വേണ്ടി. ജോലി വാങ്ങിച്ചു കൊടുത്തോ? ജോലി എന്റെ മടി എടുത്തു വെച്ചേക്കാന്നോ? ജോലി അങ്ങനെ കിട്ടുവോ? ചേട്ടാ, അവള് പ്രായമായ പെണ്ണല്ലയോ, ചുമ്മാ അങ്ങ് വീട്ടിൽ കയറ്റാൻ പറ്റുമോ? അല്ല, അത് മാത്രമല്ല, നമുക്കൊന്നും പരിചയമില്ല. ഇതൊക്കെ വീട്ടിൽ കയറി എന്തെങ്കിലും അടിച്ചു മാറ്റത്തിൽ ആര് കണ്ടു? അത് ശരിയാണ്. അതിന് ഈ വീട്ടിൽ എന്തിരിക്കുന്നു അടിച്ചു മാറ്റാൻ? അതും ശരിയാണ്. അതെ, എന്നാലും ആ ചേച്ചി ഇറക്കി വിടണ്ടായിരുന്നു. എനിക്കെന്തോ പോലെ. എനിക്കും അങ്ങനെ വിഷമം. അണ്ണൻ ഇപ്പൊ എന്തോ അണ്ണൻ ജോലി വാങ്ങിച്ചു കൊടുക്കണോ വേണ്ടേ ഇറക്കി വിടണം? അണ്ണൻ എന്തെങ്കിലും ഒന്നും ഉറപ്പിച്ചില്ലേ? ജോലി വാങ്ങിച്ചു കൊടുക്കണ്ട. വേണ്ട. തീർന്നല്ലോ. മോളെ പങ്കാ, എനിക്കൊരു ചായ ഇട്ട് തരുമോ? നീ ചൂടായിട്ടാ? മസാല ടീ മതിയോ? മുളക് പൊടിയും കുരുമുളകൊക്കെ കിട്ടാൻ സാധാ ചായ കിട്ടൂലേ? നമുക്ക് പരീക്ഷണങ്ങൾ നടത്താം. ചായ ഞാൻ ഇട്ട് നിനക്ക് തരാം. അണ്ണന് വേണോ ചായ? വേണോ ചായ? വേണ്ട, നിനക്ക് ഞാൻ ഇട്ട് തരും. ബാ വരി. ഭാഗ്യം പോയല്ലോ. പാവൻ ശ്രീകുട്ടി. എത്ര കാലം കൂടി അവളെ ഞാനൊന്ന് കണ്ടതാ. ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ പോയില്ലല്ലേ? വീട്ടിൽ പോ. ഗേറ്റ് തുറക്കണ്ണ. അല്ല, ഗേറ്റ് തുറക്കത്തില്ല. തുറക്കത്തില്ല ഞാന്. ഇല്ലേ, ഞാൻ ചവിട്ടി തുറക്കണ്ണ. എന്നാ ഞാൻ തുറക്കാം. നീ എന്താ പോകാത്ത? ഞാൻ പറഞ്ഞില്ലേ? ഒക്കെ ഞാൻ കേട്ടു. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടേ ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ. കണ്ടോ, എനിക്ക് ഇരിക്കാൻ വേണ്ടി തന്നെ. ഞാൻ പറയട്ടെ? അമ്മനൊന്നും പറയണ്ട. അല്ല, അതെ, ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് കല്യാണം നടത്താമെന്നല്ലയോ നിന്നോട് പറഞ്ഞത്? അതെ, അച്ഛനോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം ആവുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്ന് പറഞ്ഞാ എങ്ങനെ?
എന്ന് പറഞ്ഞ അങ്ങനെ തന്നെ. ഞാൻ പോവൂല, അന്നം പോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.